തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ മാതൃഭൂമി ന്യൂസിനോട്. ഉദ്യോഗസ്ഥരെ സജ്ജമാക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നമുക്കൊപ്പം ചേരുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് നേരത്തെ മുതൽ തന്നെ എല്ലാ തയ്യാറെടുപ്പും നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു ട്രെയിനിങ് കളക്ടർമാർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഏറ്റവും മാതൃകമായിട്ടുള്ള ഒരു ഇലക്ഷന് കേരളത്തിൽ നടത്തണമെന്നുള്ള നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പ് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. സ്റ്റാറ്റിക് സർവൈലൻസ് ടീംസ്, പിന്നെ ചെക്ക് പോസ്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം നടപ്പിലാവും. എന്താണ് നമുക്ക് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ പറയാനുള്ളത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനും മീഡിയക്കും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ള ഒരു ഇലക്ഷനായി നമ്മൾ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് 85% പോളിംഗ് എങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് 85+% ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. അത് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരുടെ സഹായം നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണം ഉണ്ടാവും. ഏറ്റവും നല്ല വിധത്തിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജുള്ള ഒരു ഇലക്ഷനായി നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് നമുക്ക് വിശ്വാസമുള്ളത്. ഇത്രയും വേഗത്തിലായി പോയത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അതോ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, നമ്മുടെ പ്രിപ്പയർഡ്നെസ് നേരത്തെ മുതൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റ്സ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അവലോകന യോഗത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് തന്നെയാണിത്. കാരണം ഒരു വിഷു ഉണ്ട്, പിന്നെ തൃശ്ശൂർ പൂരമുണ്ട്, പിന്നെ ഈസ്റ്റർ. അതിനിടയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അവരുടെ ഒരു നിർദ്ദേശം. അതനുസരിച്ചിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് അങ്ങനെ ഒരു എത്ര പെട്ടെന്ന് വന്നതായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ പ്രിപ്പയർഡ്നെസ് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല വിധത്തിൽ നമുക്ക് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും എല്ലാവരുടെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമെന്നാണ് ഒരു വിശ്വാസമുള്ളത്. എന്തായാലും സർവം സജ്ജമാണ് എന്ന് പറയുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. തിരഞ്ഞെടുപ്പ് നല്ല വിധത്തിൽ പൂർത്തീകരിക്കാൻ കഴിയട്ടെ. താങ്ക് യു.